ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്കൊരു പൊട്ടാറ്റോ ക്യാരറ്റ് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് 2 വല്യുള്ളി കനം കുറഞ്ഞ് അരിഞ്ഞത് എടുക്കാം. അതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ ഒരു ക്യാരറ്റ് എടുക്കാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തത്. അതുപോലെ പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം, അതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ പൊട്ടാറ്റോ എടുക്കാം. ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ വേറെ വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല. ഇത് മാത്രം വെച്ച് നമുക്ക് സിമ്പിളായിട്ട് പൊട്ടാറ്റോ ക്യാരറ്റ് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ സ്പൈസസൊക്കെ ആഡ് ചെയ്തു. സ്പൈസസൊക്കെ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇത് രണ്ടും നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അധികം മസാലകളും ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി വഴറ്റി യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. രണ്ടും നല്ലവണ്ണം ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. അതുപോലെ ഒരുപാട് മസാലകളും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഒരു മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് കുക്കാവാൻ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ തന്നെ പൊടിച്ചെടുത്ത മസാല എല്ലാം ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓൾ സ്പൈസസ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള മസാലയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും രുചിയൊക്കെ കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, പാകമായി വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ച ബസ്മതി റൈസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മസാലയൊക്കെ പിടിക്കുന്ന വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ മസാലയൊക്കെ ഇളക്കി കൊടുത്ത് നമ്മുടെ റൈസ് ലാസ്റ്റ് ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ മാറ്റാം. ഇനി ഇതിൽ സാലഡ് കൂടി ചേർത്ത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.